സിനിമ തിയേറ്റർ എന്ന ഐഡിയ ഔട്ട്ഡേറ്റഡ് ആയി. ആളുകൾക്കിപ്പോൾ വീട്ടിലിരുന്ന് സിനിമ കാണുന്നതാണ് ഇഷ്ടം. നെറ്റ്ഫ്ലിക്സ് CEO ടെഡ് സറാൻഡോസ് ഒരു വർഷം മുന്നേ പറഞ്ഞ വാക്കുകളാണിത്. ഹോളിവുഡ് സിനിമകൾ അത്ര വലിയ കളക്ഷനൊന്നും ബോക്സ് ഓഫീസിൽ നിന്ന് കൊണ്ടുവരാത്ത സമയത്തായിരുന്നു ഈ പ്രസ്താവന. പിന്നീട് ഇതേ നെറ്റ്ഫ്ലിക്സ് തന്നെ വാർണർ ബ്രോസ് എന്ന ബ്രഹ്മാണ്ഡ സ്റ്റുഡിയോയെ വാങ്ങാൻ $80 ബില്യൺ മുകളിലുള്ള ബിഡ് വെച്ചു. അന്ന് വരുന്ന ഏറ്റവും വലിയ ആശങ്കകളിൽ ഒന്നായിരുന്നു തിയേറ്റർ ബിസിനസിൻ്റെ ഭാവി. എന്നാൽ പാരമൗണ്ട് ചെക്ക് വെച്ചതോടെ നെറ്റ്ഫ്ലിക്സ് ആ ഡീലിൽ നിന്ന് വാക്കൗട്ട് ചെയ്തു. ഒരു വർഷത്തിനിപ്പുറം ടെഡിൻ്റെ വാക്കുകൾ വീണ്ടും ചർച്ചയാവുകയാണ്. അതിന് കാരണം ബോക്സ് ഓഫീസിൽ ഹോളിവുഡ് സിനിമകൾ തുടരുന്ന അപ്രമാദിത്വവും അവയ്ക്കുള്ള ജനപ്രീതിയുമാണ്. ക്രിസ്റ്റഫർ നോളൻ ഒരുക്കിയ ഒഡീസി തന്നെ എടുക്കാം. ലോകത്ത് ആദ്യമായി ഫുള്ളി IMAX ക്യാമറയിൽ ഒരുക്കിയ സിനിമ. നോളൻ്റെ ഒറിജിനൽ വേർഷൻ ഓഫ് ഒഡീസി കാണാനാവുക ലോകത്താകെ 41 തിയേറ്ററുകളിൽ മാത്രമാണ്. ഇങ്ങ് ദക്ഷിണാർദ്ധഗോളത്തിൽ ഒരൊറ്റ തിയേറ്ററിലും. മെൽബണിലെ 70mm സ്ക്രീനിൽ സിനിമ ഇറങ്ങി 2 ആഴ്ചയായിട്ടും തിരക്കൊഴിഞ്ഞിട്ടില്ല. അവിടെ ഇപ്പോഴും പുലർച്ചെ 2-നും 3-നും 6 മണിക്കും എല്ലാം ഷോയുണ്ട്. ആഗസ്റ്റ് 19 വരെ ആ എക്സ്ട്രാ ഷോകൾ തുടരുകയും ചെയ്യും. പ്രാഗിലെ 70mm IMAX തിയേറ്ററിലേക്ക് ഒഴുകിയെത്തിയത് 15-ലധികം യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകളാണ്. റിലീസായി 10-ാം നാൾ പിന്നിടുമ്പോഴേക്ക് ആ തിയേറ്ററിൽ മാത്രം 22,000-ലധികം മനുഷ്യരെത്തി. യൂറോപ്പിലാകെ ചുരുങ്ങിയ 70mm തിയേറ്ററുകൾ മാത്രമാണുള്ളത്. അതിനാൽ തന്നെ പ്രാഗ് അതിലൊരു ഇമ്പോർട്ടൻറ്റ് കണക്റ്റിംഗ് പോയിന്റ് ആണ്. ദിവസങ്ങളോളം യാത്ര ചെയ്താണ് ആളുകൾ ഇവിടേക്ക് എത്തിയതും സിനിമ കണ്ടതും. ഒരു വെക്കേഷൻ പോലെ. ഇങ്ങ് കേരളത്തിലെ കാര്യം തന്നെ എടുക്കാം. തിരുവനന്തപുരത്തും കൊച്ചിയിലുമാണ് കേരളത്തിലാകെയുള്ള IMAX സ്ക്രീനുകൾ. എന്നിട്ടും ഒഡീസി കാണാൻ പല ആളുകളും പോയത് കോയമ്പത്തൂരിലേക്കാണ്. ബെറ്റർ സൗണ്ട് ക്വാളിറ്റിയും കംഫർട്ടും പിന്നെ ടിക്കറ്റ് റേറ്റും കണക്കിലെടുത്തായിരുന്നു കോയമ്പത്തൂരിലേക്ക് പലരും വണ്ടി കയറിയത്. 3 ആഴ്ച കൊണ്ട് $911 മില്യൺ ഒഡീസി സ്വന്തമാക്കിയത്. ഇപ്പോഴും തിയേറ്ററുകളിൽ സിനിമയ്ക്ക് തിരക്കാണെന്നും കാണാം. ഇതിനിടയിലേക്കാണ് മാർവൽ തങ്ങളുടെ വജ്രായുധവുമായി എത്തിയത്. സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേ. IMAX റിലീസ് പോലും ഇല്ലാതെ ടോം ഹോളണ്ട് സിനിമ ഓപ്പണിംഗ് വീക്കെൻഡിൽ തന്നെ ഒഡീസിയെ പോലും മറികടന്നു. $927 മില്യൺ സ്പൈഡർമാൻ്റെ ഓപ്പണിംഗ്. അവഞ്ചേഴ്സ് എൻഡ് ഗെയിമിന് ശേഷമുള്ള ഏറ്റവും വലിയ ഓപ്പണിംഗ്. ഡൊമസ്റ്റിക് നേട്ടമാകട്ടെ $355 മില്യണും. അവിടെയും മുന്നിൽ എൻഡ് ഗെയിം മാത്രം. ഈ കണക്കുകളെല്ലാം സൂചിപ്പിക്കുന്നത് ഒരു കാര്യം മാത്രമാണ്: തിയേറ്ററുകളിലേക്ക് ആളുകൾക്ക് പോകാൻ ഒരു മടിയുമില്ല. വരേണ്ടത് നല്ല സിനിമകൾ മാത്രം. എല്ലാ കാലത്തും തിയേറ്റർ സിനിമകളെ പിന്തുണച്ച, അതിനെ ആർഗ്യൂ ചെയ്യുന്ന വ്യക്തിയാണ് ക്രിസ്റ്റഫർ നോളൻ. താൻ എന്തുകൊണ്ട് നെറ്റ്ഫ്ലിക്സിനൊപ്പം വർക്ക് ചെയ്യുന്നില്ല എന്ന ചോദ്യത്തിന് 2017 തന്നെ നോളൻ മറുപടി നൽകിയിട്ടുണ്ട്. തിയേറ്റർ സിനിമകളെ പിന്തുണയ്ക്കുന്നതിനോട് നെറ്റ്ഫ്ലിക്സിന് ഒരു വിചിത്രമായ എതിർപ്പുണ്ട്. എല്ലാം ഒരേ സമയം സ്ട്രീം ചെയ്യുകയും റിലീസ് ചെയ്യുകയും ചെയ്യണമെന്ന ബുദ്ധിശൂന്യമായ നയമാണ് അവരുടേതെന്നാണ് നോളൻ പറഞ്ഞത്. കളക്റ്റീവ്ലി പോസിബിളായ ഏറ്റവും വലിയ സ്ക്രീനിൽ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒന്നാണ് സിനിമയെന്നാണ് നോളന്റെ വാദം. ആ സൗണ്ടും വിഷ്വൽ എക്സ്പീരിയൻസും എല്ലാം സ്ട്രീമിംഗ് വഴി ലഭിക്കില്ല. സിനിമ ഇൻഡസ്ട്രിയുടെ ബാക്ക് ബോൺ ആണ് തിയേറ്റർ. തിയേറ്റർ ഔട്ട്ഡേറ്റഡ് ആണെന്ന വാദത്തിനൊപ്പം തന്നെ നോളന്റെ ഈ പരാമർശത്തെയും നെറ്റ്ഫ്ലിക്സ് CEO അംഗീകരിക്കുന്നുണ്ട്. ന്യൂയോർക്കിലെ വിശ്വവിഖ്യാതമായ പാരീസ് തിയേറ്റർ റൺ ചെയ്യുന്നത് നെറ്റ്ഫ്ലിക്സ് ആണ്. തിയേറ്റർ ബിസിനസ് അല്ല, എക്സ്പീരിയൻസ് ആണ് അതിന് പിന്നിലെ ലക്ഷ്യം. അപ്പോഴും തിയേറ്റർ ബിസിനസ് നശിക്കുന്നതിൽ തനിക്ക് ആശങ്കയില്ലെന്നായിരുന്നു അദ്ദേഹത്തിന്റെ വാദം. സിനിമ നല്ലതാണെങ്കിൽ ആളുകൾ തിയേറ്ററുകളിലേക്ക് ഒഴുകിയെത്തുമെന്നതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഒഡീസിയും സ്പൈഡർമാനും. 2 ആഴ്ചക്കിടയിലെത്തിയ 2 സിനിമകളും $1 ബില്യൺ മാർക്കിലേക്ക് കുതിക്കുന്നു. പ്രേക്ഷകർ ആ സിനിമ കാണാൻ അലാറം വെച്ച് എണീറ്റ് അതിരാവിലെ പോലും തിയേറ്ററുകളിലേക്ക് ഓടുന്നു. ടിക്കറ്റ് ബുക്കിംഗ് ഓപ്പൺ ആകുമ്പോഴേക്ക് സൈറ്റുകൾ ക്രാക്ക് ആവുന്നു. ഇങ്ങ് മോളിവുഡ് ആകട്ടെ ഓണം ക്ലാഷിന് ആളുകൾ കാത്തിരിക്കുന്നു. ഡിസംബറിൽ ഡ്യൂൺ 3യും അവഞ്ചേഴ്സ് ഡൂംസ്ഡേയും എത്തും. അവിടെയും IMAX സ്ക്രീൻ മാർവലിനില്ല. എന്നിട്ടും ആളുകൾ കാത്തിരിക്കുന്നു. നെറ്റ്ഫ്ലിക്സ് CEOയുടെ വാദങ്ങളെ പൂർണ്ണമായും തള്ളുന്ന പ്രതികരണങ്ങളാണ് ഇതെല്ലാം. OTT കാലത്ത് തിയേറ്റർ എക്സ്പീരിയൻസിനായി കൊതിക്കുന്ന പ്രേക്ഷകർ ഒട്ടനവധിയാണെന്ന് തെളിയിക്കുന്ന കണക്കുകൾ. അത് വരും കാലങ്ങളിലും തുടരും. തിയേറ്ററിനെ പിന്നിലാക്കാൻ OTT പ്ലാറ്റ്ഫോമുകൾക്കാകുമെന്നത് ഒരു വിദൂര സ്വപ്നം മാത്രമായി നിൽക്കുക തന്നെ ചെയ്യും.